ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഫ്രൈഡേയിലെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ സാറയ്ക്ക് ഓൾട്ടർനേറ്റ് ഫ്രൈഡേയ്സിൽ ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ ഇന്നലെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 7 to 9:30 വരെയൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മോളുടെ കൂടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനും കാര്യങ്ങളും ഒന്നും നടപടിയില്ലായിരുന്നു. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു, വേഗം പോയി ചായ വെച്ചതിന് ശേഷം മസാല ദോശ ഓർഡർ ചെയ്തു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മസാല ദോശയാണ്. സാറായിക്ക് ഇതൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ മോൾക്ക് ഒരു ബ്രെഡ് ഓംലെറ്റ് റെഡിയാക്കി കൊടുത്തു. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് തന്നെ സാറായിക്ക് ബ്രേക്ക് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് സാറായിക്ക് പാലും അതുപോലെ തന്നെ ബ്രെഡ് ഓംലെറ്റും റെഡിയാക്കി കൊടുത്തു. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ് ഉള്ളപ്പോൾ ഇക്ക അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് നിൽക്കാറില്ല. അപ്പോൾ ഇക്ക ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഓഫീസിലേക്ക് നേരത്തെ പോകണം. അപ്പോൾ സാറുടെ ക്ലാസ്സിനിടയ്ക്ക് തന്നെ ഇക്ക പോയി. ഇന്ന് ഇക്ക ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേനും 2 ഞാലിപ്പൂവൻ പഴം, നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പഴമായിരുന്നു. 2 ഞാലിപ്പൂവൻ പഴം കഴിച്ചു. അതിനുശേഷം എന്താ പറയുക, കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, ലൈറ്റായിട്ട് സിമ്പിളായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ലഞ്ചിന്. അപ്പോൾ ഇക്കാനെ വിളിച്ചു നോക്കിയപ്പോൾ ഇക്ക ഫ്രൈഡേ എന്തോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ലഞ്ചിന് എത്തത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കും സാറായിക്കും വേണ്ടിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് സിമ്പിൾ ലഞ്ചാണ്. അപ്പോൾ ഞാൻ ചോറ് വെച്ചു. അതിനുശേഷം ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മത്തി, നല്ല നാടൻ കുഞ്ഞമത്തിയാണേ. അപ്പോൾ മത്തി നന്നായിട്ട് കഴുകി അതിനുശേഷം മസാല പുരട്ടുകയാണ്. സിമ്പിൾ മസാല ആണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും അല്ല. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇത്ര ഇടുന്നുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് കുറച്ച് നേരം ഒരുപാട് നേരം മസാല തിരുമ്മിയൊന്നും വെക്കുന്നില്ല. വളരെ കുറച്ച് നേരം മസാല ഒന്ന് തിരുമ്മി വെച്ചതിന് ശേഷം പാനിലേക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ സാമ്പാർ. അപ്പോൾ ഇന്ന് ഫിഷ് ഫ്രൈ റെഡിയാക്കാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ സാമ്പാർ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ സാമ്പാറും ചോറും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറിന് പ്രത്യേകിച്ച് കറികളും കാര്യങ്ങളൊന്നും വേണ്ട. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സാമ്പാർ ഫിഷ് ഫ്രൈ ഒക്കെ ഉള്ളപ്പോൾ വേറെ തോരൻ മെഴുക്ക് പുരട്ടി ഈ വക ഐറ്റംസ് ഒന്നും താല്പര്യമില്ല. സാമ്പാർ ഒരുപാട് ഒഴിച്ചിട്ട് ഫിഷ് ഫ്രൈയും പിച്ചിക്കൂട്ടി അങ്ങനെ അങ്ങ് കഴിക്കണം. അങ്ങനെയാണ്. പിന്നെ ഓരോന്നായിട്ട് ഫ്രൈ ഇട്ട് കൊടുത്തു. ഇത് എനിക്കും സാറയ്ക്കും വേണ്ടിയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ്. സൈറും കുറച്ച് ഇതുപോലെ മീനൊക്കെ പിച്ചി കൊടുത്താൽ ചെറുതായിട്ട് കഴിക്കും. പിന്നെ നല്ല ടേസ്റ്റാണ് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴത്തേനും. കറിവേപ്പില ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇത് കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് അത്ര വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ ഞാനിത് ചെയ്യാറില്ലായിരുന്നു. ഇത് അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. എനിക്കതുകൊണ്ട് തന്നെ അറിയത്തില്ലായിരുന്നു ഇതിൻ്റെ. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഡിഫറൻസ്, നല്ല ഫ്ലേവറാണ്. കറിവേപ്പിലയുടെ ആ ടേസ്റ്റ്, ആ ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഫിഷ് ഫ്രൈയിലേക്കൊക്കെ നന്നായിട്ട് കയറി പിടിച്ചിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ, അതുപോലെ തന്നെ ഞാൻ തൈര് മുളക് 1-2 പൊരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പപ്പടം തപ്പി, ഞാൻ ഇതിൻ്റെ കൂടെ അടിപൊളി ഒരു കോമ്പിനേഷനാണ് പപ്പടം തപ്പി. അത് തീർന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ചോറൂണൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പപ്പടത്തിൻ്റെ പാക്കറ്റ് ഇരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞപ്പോഴത്തേനാണ് കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ 2 പപ്പടവും കൂടെ പൊരിക്കാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കുകയാണ്. അപ്പം ഒരു പ്ലേറ്റ് കുറച്ച് ചൂട് ചോറെടുത്തു. അതിലേക്ക് കുറച്ച് കൂടുതൽ സാമ്പാർ ഒഴിച്ചു. പിന്നെ കറുമുറ എന്നുള്ള നല്ല അടിപൊളി മത്തി, നാടൻ കുഞ്ഞൻ മത്തി പൊരിച്ചത്. മുള്ളൊന്നും എടുത്ത് മാറ്റുന്നില്ല. എല്ലാം മുള്ളൊക്കെ നല്ല കടിച്ച് കൂട്ടുകയാണ്. കാര്യം വെച്ചാൽ ക്രഞ്ചി ആയിട്ട് ക്രിസ്പി ആയിട്ട് പൊയ്ക്കോളും. കാര്യം എന്ന് വെച്ചാൽ ചെറിയ മുള്ളാണ്. അത് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നല്ല അടിപൊളി ചൂട് ചോറും നല്ല ചൂട് സാമ്പാറും ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ മുളക് പൊരിച്ചതും പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ, പപ്പടം പൊരിച്ചതും കൂടി ഉണ്ടായിരുന്നേ. അടിപൊളിയായിരുന്നു. പിന്നെ കുഴപ്പമില്ല, നമ്മുടെ ഫിഷ് ഫ്രൈയും മുളക് പൊരിച്ചതും ഒക്കെ ഉള്ളപ്പോൾ പപ്പടം ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് തോന്നിയില്ല. എന്താണേലും അടിപൊളിയാണ്. ആ തൈര് മുളകുണ്ടല്ലോ, അതിൽ നല്ല ഉപ്പും എരിവും പിന്നെ കേടിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം കൂടി ചേർന്നിട്ട് ഭയങ്കര ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറിൽ കുഴച്ച് കഴിക്കുമ്പോൾ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സാമ്പാറും ചോറും ഫിഷ് ഫ്രൈയും എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ
പ്രശ്നമാണ്. അപ്പോൾ ഇക്ക ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും തോരനോ മെഴുക്കുവരട്ടിയോ എന്തെങ്കിലും റെഡിയാക്കണമായിരുന്നു. അപ്പോൾ ഇക്ക ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വെജീസ് ഒന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്തില്ല, സാമ്പാർ തന്നെ ധാരാളം. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഈവനിങ് ആയപ്പോഴത്തേനും ഒരു ബട്ടർ ക്രോയിസൻ്റ് എടുത്ത് കഴിച്ചു. അപ്പോൾ ഇക്ക എത്തിയില്ല, ഓഫീസ് വിട്ട് എത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ ചായയും കാര്യങ്ങളൊന്നും വെച്ചില്ല. അതിനുശേഷം ഇതാ വൈകുന്നേരം ഇക്ക വന്നപ്പോഴത്തേനും നമുക്ക് ബർഗർ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ചായയും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് വെച്ചില്ല. അപ്പോൾ ഇതാ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേനും ഇക്ക ഓഫീസ് വിട്ട് വന്നപ്പോൾ എന്താ പറയുക ബർഗർ കൊണ്ടുവന്നു. അപ്പോൾ സാധാരണ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കായിക്ക കഫേ എന്ന് പറയുന്ന ഒരു കഫ്റ്റീരിയയിൽ നിന്നാണ് ഈ ബർഗർ. കടവത്തൂർ റെസ്റ്റോറൻറ്റിലെ ബർഗർ അത്ര ഓക്കെ അല്ല. അപ്പോൾ ഇവിടുത്തെ ഈ കഫ്റ്റീരിയയിലെ ബർഗർ എന്ന് പറയുന്നത് അടിപൊളി സൂപ്പർ ബർഗറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ലീഫി ഐറ്റംസൊക്കെ വെക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ആ ലീഫി ഐറ്റംസ് ഒന്നും വേണ്ട, എന്താ പറയുക ചിക്കൻ പാറ്റിയും അതുപോലെ തന്നെ മയണൈസ്, ടൊമാറ്റോ കെച്ചപ്പ്, ചീസ്, ഇത്രയും ഐറ്റംസ് മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബർഗറിന് ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇക്ക നൈറ്റ് ആയപ്പോഴത്തേനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ ഡിന്നറും കാര്യങ്ങളൊക്കെ ഇക്കൊക്കെ പുറത്തുനിന്നാണ്. അപ്പോൾ സാറായിക്ക് ബർഗർ കഴിച്ചുകൊണ്ട് വേറെ ഒന്നും തന്നെ വേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കുറച്ച് ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് 2 അപ്പം, വെള്ളയപ്പം, നല്ല ചൂട് 2 വെള്ളയപ്പവും ആ ചമ്മന്തിയും കൂട്ടി കഴിച്ചു. അതിന് ശേഷം രാത്രി ആയപ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് ക്രഞ്ചി ക്രിസ്പി ടേസ്റ്റി ആയിട്ടുള്ള പേരയ്ക്ക കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേരയ്ക്ക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉള്ളിൽ നല്ല പഴുത്തിട്ട് നല്ല മധുരമൊക്കെ ആയിട്ട്, എന്നാൽ പുറമേ നല്ല ക്രഞ്ചി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നല്ല അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ല മുഴുപ്പുള്ള പേരയ്ക്കയായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. ഒരു ചെറിയ പീസ് റോബസ്റ്റ പഴം കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ കഴിച്ചതിന് ശേഷം ഇന്നലത്തെ ഫുഡ് അടിക്കൽ കലാപരിപാടി ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.